നമ്മളിപ്പം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ടൈമാണ്. കാരണം നീറ്റ് എക്സാം കഴിഞ്ഞു. ഇനി എന്താണ് മുന്നോട്ടേക്ക്? ഒരുപാട് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോഴത്തേത്. കാരണം പലരും 650ഉം 660ഉം ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾ, ഗവൺമെന്റിൽ ഒരു സീറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ ഇനിയൊരു റീനീറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും പഠിക്കണം, അതെങ്ങനെയാവും എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് വളരെയധികം ആങ്സൈറ്റി ഉണ്ടാകും, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോകളുടെ താഴെ പലരും ഡിബേറ്റ് ചെയ്യുന്നത് കാണാം. റീനീറ്റ് തന്നെയാണ് വേണ്ടത്, അല്ല റീനീറ്റ് അല്ല വേണ്ടത്, ഞങ്ങൾക്ക് അത് അനീതിയാകും, ഞങ്ങൾ ജെന്വൻലി പഠിച്ച ആളുകളാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് ഡിബേറ്റുകളും കമന്റുകളും ഒക്കെ കാണാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം 650, 660 ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള നന്നായിട്ട് തന്നെ ജെന്വൻലി പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പം ഇതിനെ അഗെയിൻസ്റ്റും അനുകൂലിച്ചും ഒക്കെ പറയുന്നത് കൊണ്ടോ ഒന്നും അവിടെ റീനീറ്റിന്റെ പോസിബിലിറ്റി കൂടുകയോ കുറയുകയോ അവിടെ ചെയ്യുന്നില്ല. ഇതിനകത്ത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് ഫൈനലി റീനീറ്റിലോട്ട് പോകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അതിൽ തീരുമാനമെടുക്കുന്നത് ഇൻവെസ്റ്റിഗേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇത് നീറ്റിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അങ്ങനെ ഇപ്പോഴും നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അവരന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം അവരുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനെ ബേസ് ചെയ്തതുപോലെ മറ്റു ഇൻവെസ്റ്റിഗേഷനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും സുപ്രീം കോടതി ഇതിനകത്ത് ഒരു ഫൈനൽ വേർഡിക്റ്റ് പറയുന്നത്. അപ്പം അതനുസരിച്ചാണ് നീറ്റിന്റെ ആ ഒരു റീനീറ്റിലോട്ടുള്ള പോക്കും, റീനീറ്റ് വരുമോ ഇല്ലയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അല്ലാണ്ട് നമ്മളൊരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നുകൊണ്ടോ നമ്മൾ ഒരുപാട് പേര് റീനീറ്റ് വേണമെന്ന് പറയുന്നതുകൊണ്ടോ ഒന്നും അതിനകത്തൊരു മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. സോളിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് വേണം. അത് വൈഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ലീക്കിലോട്ട് പോയി അങ്ങനെ മറ്റു വഴികളൊന്നും ഇല്ല എന്നുള്ള ഒരു കണ്ടീഷനിലായിരിക്കും റീനീറ്റ് വരിക എന്നുള്ളത്. കാരണം എപ്പോഴും റീനീറ്റ് അല്ലാണ്ട് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ, സൊല്യൂഷൻ ഉണ്ടോ എന്ന രീതിയിൽ തന്നെയായിരിക്കും അവർ നോക്കുന്നത്. കാരണം ഒരുപാട് മാൻ പവർ ആവശ്യമാണ്, ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് കോടികൾ ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് വീണ്ടും ഇനി അതിലോട്ടൊക്കെ പോവുക എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏറ്റവും അവസാനത്തെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും റീനീറ്റിലോട്ടുള്ള പോക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഡിബേറ്റ് കൊണ്ട് നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെടുക എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും അവിടെ നിങ്ങൾക്ക് നേടുവാനില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സപ്പോസ് ഇൻ കേസ് ഒരു റീനീറ്റിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കൺസേണുകൾ ബന്ധപ്പെട്ട ആളുകളുടെ മുന്നിൽ നിങ്ങൾക്ക് ഉയർത്താവുന്നതാണ്. ഇൻ കേസ് ഇനി ഒരു റീനീറ്റിലോട്ട് പോകുന്നു, എല്ലാവരും റീനീറ്റ് എഴുതേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യമേ അതിന് പ്രിപ്പയർ ആവുക. നിങ്ങളിപ്പം 650ഉം 660ഉം 670ഉം ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം അതിനകത്ത് ഒരുപാട് അനർഹർ ഉണ്ട് എന്ന് വിചാരിക്കുക, പേപ്പർ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം അവർ പോകുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഒത്തിരി മുന്നോട്ട് പോകുകയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ റിലാക്സ്ഡ് ആക്കുക. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിപ്പം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ അതിനകത്ത് ടൈം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇത്രയും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു കഴിഞ്ഞ എക്സാമിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ 660ഉം 670ഉം ഒക്കെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നെഗറ്റീവ് ആയതുകൊണ്ടോ ആൻഷ്യസ് ആയതുകൊണ്ടോ സ്ട്രെസ്ഡ് ആയതുകൊണ്ടോ പ്രത്യേകിച്ച് നമുക്ക് അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്നതിനപ്പുറം നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നമുക്കതുകൊണ്ട് നേടുവാനില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രിക്കോഷൻ എടുത്ത് നന്നായിട്ട് തന്നെ പഠിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ കാര്യങ്ങൾ പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.